അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് അവയുടെ ക്യാരക്ടറിസ്റ്റിക് കമ്പസീവ് സ്ട്രെങ്ത് എത്രയെന്നുള്ളതും ഏത് മുതൽ ഏത് വരെയാണ് ഓർഡിനറി കോൺക്രീറ്റ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി ജസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, ഇനി വരുന്ന സ്ലൈഡിൽ പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വാല്യൂ മാത്രം നോക്കി പോവാം. അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്ലോസ് 9.2.4 തന്നിട്ടുള്ളത് ടേബിൾ 11 എന്ന് പറഞ്ഞതിൽ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഒരുപാട് സ്പെസിമെൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ വാല്യൂസ് നമ്മൾ എടുക്കും. അങ്ങനെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ആ കമ്പസീവ് സ്ട്രെങ്ത്തിനുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂവിൽ നിന്ന് ഇത്ര മുതൽ ഇത്ര വരെ വേരി ചെയ്യാൻ പാടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ M10 M15 ഒക്കെ മിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ അതിൻ്റെ ഒറിജിനൽ അതായത് ക്യാരക്ടറിസ്റ്റിക് കമ്പസീവ് സ്ട്രെങ്ത് ഇത്രയെന്ന് പ്രിസ്ക്രൈബ് ചെയ്തതിൽ നിന്നും ഒരു 3.5 നിന്ന് കൂടാനോ കുറയാനോ അത്രയും വേരിയേഷനേ ഉണ്ടാവാൻ പാടുള്ളൂ. M20 M25 ഒക്കെ ആണെങ്കിൽ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ഉണ്ടാവാൻ പാടുള്ളൂ. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിനെല്ലാം മാക്സിമം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 വരെയാണ് അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരാൻ പാടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്, അത് എങ്ങനെ എടുക്കേണ്ടത് നമ്മൾ നമ്മളുടെ മിക്സ് പ്രപ്പോർഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഗ്രേഡ് അനുസരിച്ച്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് M20 ആണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രേഡിലാണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ടേബിൾ അനുസരിച്ച് 4 നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മളുടെ ഇക്വേഷനിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് അനുസരിച്ചിട്ട് ഏതാണോ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതവിടെ മനസ്സിലുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഫാക്ടേഴ്സ് ഡിഫൈനിങ് ദ ചോയ്സ് ഓഫ് മിക്സ് പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ ഏത് മിക്സ് പ്രപ്പോർഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു വെറുതെ നമ്മൾ ആദ്യമേ അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഏത് ഡിസൈൻ ചെയ്യുമ്പോഴും കുറച്ച് അസംഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും ഇത് ഇന്ന പോലെയാണെന്നുള്ള നമുക്ക് ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അല്ലേ. മിനിമം ഇപ്പോൾ നിങ്ങൾ SD ഒക്കെ ചെയ്യുന്ന കേസിൽ നമുക്ക് ഓൾറെഡി കുറച്ച് അസംഷൻസ് ഉണ്ട്, അത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ ഓരോന്നിനും ഓരോ എന്താ പറയുക കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, കൺസേൺഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മിനിമം റെയിൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ, മാക്സിമം റെയിൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ബീം കോളം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കോഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചാൽ നമ്മൾ ചെയ്യാം. അപ്പോൾ അതേപോലെ മിക്സ് പ്രപ്പോർഷൻ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനെ ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ, ഒന്ന് കമ്പസീവ് സ്ട്രെങ്ത്, നമ്മുടെ കോൺക്രീറ്റിൻ്റെ കമ്പസീവ് സ്ട്രെങ്ത് എത്രയാണ് അതിനനുസരിച്ച്, പിന്നെ അതിൻ്റെ വർക്കബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അല്ലേ. വർക്കബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും മിക്സ് പ്രപ്പോർഷൻ മാറും അല്ലേ. പിന്നെ ഡ്യൂറബിലിറ്റി, അതിന് എത്രത്തോളം സ്ട്രെങ്ത് വേണം, എത്ര കാലം അത് നീണ്ടു നിൽക്കണം, എത്രത്തോളം ഏജ് വേണം, എത്ര കാലം ഒരു കുഴപ്പമില്ലാണ്ട് അത് നിലനിൽക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കണേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തോടെയാണ് ബ്രിഡ്ജ് ഉണ്ടാക്കുക അല്ലേ, ഫ്ലൈ ഓവേഴ്സ്, ബ്രിഡ്ജസ് കാര്യങ്ങളൊക്കെ. കാരണം എന്താ, അത് ഒരുപാട് ലോഡ് വരുന്നതാണ്, ഒരുപാട് യൂസ് വരുന്നതാണ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ് കമ്പയർ ടു ഒരു പ്രൈവറ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് മാറ്റമുള്ളതാണ് അല്ലേ. പിന്നെ ടൈപ്പ്, സൈസ് ആൻഡ് ഗ്രേഡിങ് ഓഫ് അഗ്രഗേറ്റ്സ്, ഏത് അഗ്രഗേറ്റാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഗ്രേഡ് എങ്ങനെയുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതനുസരിച്ചിട്ട് അതും എന്താണ് മിക്സ് പ്രപ്പോർഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അഗ്രഗേറ്റ് സിമെൻറ്റ് റേഷ്യോ, അതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് തന്നെയാണ് മിക്സ് പ്രപ്പോർഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഇനി കംപ്രസീവ് സ്ട്രെങ്ത്തിന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മളുടെ ഡിസൈനിങ് പർപ്പസിലൊന്നും വരുന്നില്ല, പക്ഷേ ഇതൊരു കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ഗവേൺ ചെയ്യുന്ന ഒരു ലോ ആണ്, അബ്രഹാംസ് ലോ എന്ന് പറയും. അതായത് log F is equal to log A1 minus x log B1. F എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, A1 B1 കോൺസ്റ്റൻസ് ആണ്, X എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ബൈ വെയിറ്റ്, അതായത് വെയിറ്റ് തമ്മിലുള്ള ഇവിടെ സാധാരണ നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എടുക്കാറുള്ളത് വോളിയത്തിലാണ് അല്ലേ, വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് സിമെൻറ്റ്. ഇപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സിമെൻറ്റ് ആണ് ഇവിടുത്തെ X വാല്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമുക്ക് വർക്കബിലിറ്റി, ഡ്യൂറബിലിറ്റി ഒക്കെ എന്താണെന്ന് പറയാം അല്ലേ. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് എത്ര ഈസിനെസ്സോടുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ, അത് റെസിസ്റ്റൻസ് ടു വെതറിങ് ആക്ഷൻ ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് സച്ച് ആസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി, കെമിക്കൽ അറ്റാക്ക്, അബ്രേഷൻ, ഫ്രോസ്റ്റ് ആൻഡ് ഫയർ. അതായത് എല്ലാ എൻവയോൺമെൻറ്റൽ കണ്ടീഷനെയും, എല്ലാ വെതറിങ് ആക്ഷനെയും എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും,
അപ്പോൾ എല്ലാ വെതറിങ് ആക്ഷൻസും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് കൊണ്ടുള്ള വെതറിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? കാലാവസ്ഥപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ്, അതായത് മഴ, വെയിൽ, പിന്നെ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിലൂടെ പോകുന്ന മൺതരികളൊക്കെ നമ്മുടെ അതിൻ്റെ പ്രതലത്തിൽ ഉടഞ്ഞുണ്ടാകുന്ന ഫ്രിക്ഷൻ, അബ്രേഷൻ എന്ന് പറയും അല്ലേ, അതിൻ്റെ റെസിസ്റ്റൻസ്. പിന്നെ എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ ആണെങ്കിൽ കെമിക്കൽ അറ്റാക്സ് ഉണ്ടാവും. അതേപോലെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ, വാഹനങ്ങൾ പുറന്തള്ളുന്ന എയർ പൊല്യൂട്ടൻസ് കൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഫ്രോസ്റ്റ്, മഞ്ഞ് അല്ലേ, മഞ്ഞ് വീഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ സ്നോ ആൻഡ് ഫ്രോസ്റ്റ് ഉണ്ടാവും. ഫയർ, തീപിടുത്തം. ഇതിനൊക്കെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാനുള്ള, ഫയർ എന്ന് പറഞ്ഞാൽ തീപിടുത്തം മാത്രമല്ല കേട്ടോ, അങ്ങനെയുള്ള സറൗണ്ടിങ്ങിൽ കൂടുതൽ ചൂട് വരുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ, ഇപ്പോൾ സിമെൻറ്റ് ഇൻഡസ്ട്രി ഒരുപാട് ഫയറും കാര്യങ്ങളും ചൂടും കാര്യങ്ങളും വരുന്ന ഏരിയ ആണ് അല്ലേ. പിന്നെ ചിമ്മിനീസ്, മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഇപ്പോൾ ബ്രിക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ആൻഡ് ഫയർ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ, അതിനെതിരെ റെസിസ്റ്റ് ചെയ്ത് നിലനിൽക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള മെത്തേഡ്സ് ഓഫ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ, ഒരു കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്യാൻ ഒരു മെത്തേഡ് മാത്രമാവില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉള്ള പോലെ, ഇപ്പോൾ നിങ്ങൾ സ്റ്റാഡൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ, കോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൻ്റെ കോഡുണ്ട്. ഓരോ രാജ്യത്തിനനുസരിച്ചിട്ട് കോഡുകളെ ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ടോപ്പോഗ്രഫി, അവിടുത്തെ വാട്ടർ, വെതർ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ ഓരോ ക്രൈറ്റീരിയാസ് പറയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിവിയർ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻസ് ആയിരിക്കില്ല നമ്മളുടെ അറേബ്യൻ നേഷൻസിലുണ്ടാവുക അല്ലേ. ഡെസേർട്ട്, മരുഭൂമിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിരിക്കും. കൂടുതൽ കാറ്റ് വീശും, മണലിൻ്റെ അബ്രേഷൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടുതൽ വേണ്ടി വരും. എന്നാൽ അതേതായിരിക്കില്ല നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ള ഹൗസസ് അതേപോലെ ആയിരിക്കില്ല ചേറാപ്പൂഞ്ചിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് കോൺക്രീറ്റ് മിക്സ് ഡിസൈനിലും ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് 8 തരത്തിലുള്ള, 8 അല്ല അതിലും കൂടുതലുണ്ട്, മെയിനായിട്ട് 8 തരത്തിലുള്ള കോൺക്രീറ്റ് മിക്സ് ഡിസൈൻസ് ആണുള്ളത്. അത് ഫസ്റ്റ് വൺ അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ, പിന്നെ റോഡ് നോട്ട് 4 ഗ്രേഡിംഗ് കർവ് മെത്തേഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് അതായത് DOE ബ്രിട്ടീഷ് മെത്തേഡ്, ട്രയൽ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ്, ഫൈനസ് മോഡുലസ് മെത്തേഡ്, മാക്സിമം ഡെൻസിറ്റി മെത്തേഡ്, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC അതായത് നമ്മുടെ റോഡ് സെക്ഷൻ, നമ്മൾ കോൺക്രീറ്റ് റോഡ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന അത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വേറെ ഉണ്ട്, പമ്പിങ് ടൈപ്പ് ഡിസൈൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൽ അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ റോഡ് നോട്ട് 4ൻ്റെത് ചെയ്യാറുണ്ട്. പിന്നെ DOE ബ്രിട്ടീഷ് മെത്തേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സിലബസ് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS 10-62 1982 കോഡ് വെച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു, നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടല്ലോ റിവിഷൻ അല്ലേ, IS 456 വെച്ച് അത് റിവൈസ് ചെയ്ത് വന്നപ്പോൾ വീണ്ടും അതിലൊരു റിവിഷൻ വന്ന് കോഡ് എന്ത് ചെയ്തു, ഒന്നുകൂടി റിവൈസ് ചെയ്തു. അപ്പോൾ ന്യൂലി അഡ്വാൻസ്ഡ് റിവിഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ IS ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മിക്സ് ഡിസൈനിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം ഒരു പ്രോബ്ലം സോൾവ്ഡ് ആണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് നോക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ഡിസൈനിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ BIS റെക്കമെൻഡഡ് മിക്സ് ഡിസൈൻ മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ BIS എന്ന് വെച്ചാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മിക്സ് ഡിസൈനാണ്. അത് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 1982 വന്നിട്ടുള്ള ആ കോഡ് പ്രകാരം നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ IS 456 2000 അതിനെ ഫസ്റ്റ് റിവൈസ് ചെയ്തു. എന്നിട്ട് 2009 അതിനെ റിവൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ആദ്യം 1982 വെച്ചാൽ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ IS 456 2000 എന്ത് ചെയ്തു, IS 456 2000 വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അത് ഈ കോഡിനെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പുതിയ കുറച്ച് മാറ്റങ്ങൾ അതിൽ ഉൾപ്പെടുത്തി 2009 റിവൈസ് ചെയ്ത് പുറത്തിറക്കി. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഈ 1982 ഉണ്ടായിരുന്ന കോഡിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉൾപ്പെടുത്തി. അതെന്തൊക്കെയാണ്, ഇൻക്രീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി.
അല്ലേ? അന്നത്തെ കാലത്ത് നിന്ന് ഇപ്പോൾ ഇന്ന് വരുമ്പോഴത്തേക്ക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം അന്ന് കാലത്തുള്ള അഗ്രിഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ആയിരിക്കില്ല ഇന്ന് തന്നെ. നമ്മൾ എംസാൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, വ്യാപകമായിട്ട് ഫ്ലൈ ആഷ് ആഡ് ചെയ്യാൻ തുടങ്ങി, അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിൽ മാറ്റം വന്നു. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ കോഡ്, അതുകൊണ്ടാണ് ഓരോ കാലാനുസൃതമായിട്ട് കോഡ് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഫോളോയിങ് ചേഞ്ചസ് വന്നത് അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കോഡ് റിവൈസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ്, സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിൽ വന്ന ഇൻക്രീസ്, എക്സ്പ്രസ് വർക്കബിലിറ്റി ഇൻ ടേംസ് ഓഫ് സ്ലംബ് റേദർ ദാൻ കോമ്പാക്റ്റിംഗ് ഫാക്ടർ. അപ്പോൾ അന്ന് കോമ്പാക്റ്റിംഗ് ഫാക്ടറിലാണ് കോമ്പാക്ഷൻ ഫാക്ടറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു, വർക്കബിലിറ്റിയുടെ ടേംസിൽ എന്ത് ചെയ്തു, എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എക്സ്റ്റെൻഡ് ദ വാട്ടർ വർക്കബിലിറ്റി മീൻസ് നമ്മുടെ സ്ലമ്മിൻ്റെ, കാരണം നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ലാബിൽ ചെയ്ത് നോക്കുന്നതാണ്. സ്ലം ടെസ്റ്റ് നമ്മൾ സാർവത്രികമായി യൂസ് ചെയ്യുന്നതും സൈറ്റിൽ ചെയ്യുന്നതുമാണ്. സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം വേരിയേഷൻസ് വരും വാല്യൂസിൽ അല്ലേ. അപ്പോൾ നമ്മൾ സ്ലംബ് കോമ്പാക്ഷൻ ഫാക്ടറിനെക്കാട്ടിലും നമ്മൾ സ്ലം ടെസ്റ്റ് ഫോളോ ചെയ്തിട്ട് അത് വെച്ചാൽ ഈ കോഡ് റിവൈസ് ചെയ്തിട്ടുള്ള ഒന്നുകൂടെ. എക്സ്റ്റെൻഡ് ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വേഴ്സസ് കമ്പസീവ് സ്ട്രെങ്ത് ഗ്രാഫ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ കമ്പസീവ് സ്ട്രെങ്ത് ഗ്രാഫിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ വാല്യൂസ് കൂടുതൽ നമുക്ക് സുതാര്യമായിട്ട് എടുക്കാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റം വരുത്തി. അപ്പോൾ IS ഇതിൽ രണ്ട് കോഡും കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡ് എഡിഷനും ന്യൂ എഡിഷനും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ജസ്റ്റ് അറിയാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിലേ മാറ്റി. ഫസ്റ്റ് ഓൾഡ് എഡിഷനിൽ പറഞ്ഞിരുന്ന റെക്കമെൻഡഡ് ഗൈഡ് ലൈൻസ് ഫോർ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ആയിരുന്നു. ഇതിൽ കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻ ഗൈഡ് ലൈൻസ് എന്നുള്ള പേരിലേക്ക് മാറ്റി. പിന്നെ ഇത് ഏതൊക്കെ ഗ്രേഡ് കോൺക്രീറ്റിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്, എല്ലാറ്റിനും ഇത് അപ്ലിക്കബിൾ ആണോ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷനൊന്നും പഴയ കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ റിവൈസ് ചെയ്ത വേർഷനിൽ അത് ഉൾപ്പെടുത്തി. അപ്പോൾ ഏതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ M10, M20 ഓർഡിനറി ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് ആണെങ്കിൽ M25 ടു ഇപ്പോൾ അത് സ്പെസിഫൈ ചെയ്തു. ഓർഡിനറി ആണെങ്കിൽ M10 to M20 വരെ ഓർഡിനറിയിൽ ചെയ്യാം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ M25 to M55 വരെയുള്ള സ്റ്റാൻഡേർഡിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അത് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ബേസ്ഡ് ഓൺ IS 456 1982 ബേസ് ചെയ്തിട്ടാണ് ആ കോഡ് ഇറക്കിയിരുന്നത്. മിക്സ് ഡിസൈനിൻ്റെ അന്നത്തെ കോഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇറക്കിയ പുതിയ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു IS 456 2000 ബേസ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ ബേസ് ചെയ്തിരുന്നത് കോൺക്രീറ്റ് ഗ്രേഡിന് 28 days കമ്പസീവ് സ്ട്രെങ്ത് കോൺക്രീറ്റിന് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയന്. ഇവിടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്ന ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ ട്രയൽസ് ഇതെല്ലാം നടത്തിയിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി ഇതിന് കൂടുതലാണ്. പിന്നെ വാട്ടർ കണ്ടൻറ്റ് കുഡ് ബി മോഡിഫൈഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ കോമ്പാക്ഷൻ ഫാക്ടർ വാല്യൂ ആൻഡ് ദ ഷേപ്പ് ഓഫ് അഗ്രി. അവിടെ പഴയ രീതിയിൽ കോമ്പാക്ഷൻ ഫാക്ടർ നോക്കിയിട്ടായിരുന്നു വാട്ടർ കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് ലബോറട്ടറി ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ്. പിന്നെ അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്. ഇവിടെ നമ്മൾ സ്ലംബ് വാല്യൂ നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലംബ് വാല്യൂ നോക്കിയിട്ടാണ്, അതായത് ഫീൽഡ് ടെസ്റ്റാണ് അല്ലേ. സ്ലംബ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫീൽഡിൽ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈറ്റിലൊക്കെ ടെസ്റ്റ് ചെയ്ത് അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അഗ്രിഗേറ്റിൻ്റെ ഷേപ്പും അഡ്മിക്സ്റ്റേഴ്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ അല്ലേ. വാട്ടർ റിട്ടാർഡേഴ്സും അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഫങ്ഷനിങ് നോക്കിയിട്ട് അതിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പുതിയ കോഡിൽ. ഓക്കെ. പിന്നെ ഫസ്റ്റ് മെത്തേഡിൽ എൻട്രാപ്ഡ് എയറിനെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമായിരുന്നു. എൻട്രാപ്ഡ് എയർ കൺസിഡർഡ് അക്കോർഡിംഗ് ടു നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, അഗ്രിഗേറ്റിൻ്റെ നോമിനൽ സൈസ് അനുസരിച്ചിട്ട്, അഗ്രിഗേറ്റ് ആകുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി വോയിഡ്സ് ഉണ്ടാവും, എയർ എൻട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് ഇത്ര വോയിഡ്സ് ഉണ്ടാവും, അത് വെച്ച് ഇത്ര എയർ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഓൾഡ് എഡിഷൻ ചെയ്തിരുന്നത്. പുതിയ എഡിഷനിൽ അങ്ങനെ എൻട്രാപ്ഡ് എയറിനെ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഓക്കെ. പിന്നെ പഴയ ഇതിൽ ട്രയൽ മിക്സസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താ ട്രയൽ മിക്സ് എന്നുള്ളത്. അപ്പോൾ ആ ട്രയൽ മിക്സസ് ഒന്നും പഴയ ഇതിൽ കൺസിഡർ ചെയ്തിരുന്നില്ല. പിന്നെ പുതിയ ഇതിൽ നമ്മൾ ട്രയൽ മിക്സസിൻ്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ പണ്ടത്തേൽ കോൺക്രീറ്റ് മിക്സ് വിത്ത് ഫ്ലൈ ആഷ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ല. പുതിയ ഇതിൽ ഫ്ലൈ ആഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന മിക്സ് പ്രപ്പോർഷനിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സാമ്പിൾ സഹിതം അതിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം.
1982 അല്ല കേട്ടോ, ബേസ്ഡ് ഓൺ 19 ഇവിടെ മാറിപ്പോയിട്ടുണ്ട്, ചെറുതായി മാറ്റുക. 62 ബേസ്ഡ് ഓൺ എന്താണ് പുതിയ റിവിഷൻ അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ 2000 വെച്ചിട്ടുള്ള പുതിയ റിവിഷൻ വെച്ചിട്ടുള്ള ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ 2009 വെച്ചിട്ടുള്ള പുതിയ റിവിഷനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1982 എന്നുള്ളത് വെട്ടിയിട്ട് 2009 എന്നാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മളൊരു ടാർജറ്റ് മീൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ടാർജറ്റ് മീൻ സ്ട്രെങ്ത് FCK- ആണ് ടാർജറ്റ് മീൻ സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ FCK- ഇസ് ഈക്വൽ ടു ടാർജറ്റ് മീൻ സ്ട്രെങ്ത് ഫോർ മിക്സ് ഡിസൈൻ ഇസ് ഈക്വൽ ടു FCK + TS. അപ്പോൾ FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 28 ഡേയ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും 28 ഡേയ്സിൽ നമ്മൾ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ ടാർജറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അതാണ് ടാർജറ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. T എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ റിസ്ക് ഫാക്ടർ. അപ്പോൾ T ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതിനൊരു ടേബിൾ ഉണ്ട്. T സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ S എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ഓഫ് സാമ്പിൾ ടേക്കൺ ഫ്രം സൈറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു 30 സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ 30 സാമ്പിളിൻ്റെയും നമ്മൾ അറിയാമല്ലോ 15 cm³ കാസ്റ്റ് ചെയ്ത് അങ്ങനത്തെ 30 സാമ്പിൾസ് ഓഫ് ക്യൂബ് ഉണ്ടാക്കി എന്ന് വിചാരിക്കും. അപ്പോൾ ആ 30 സാമ്പിൾസിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഈച്ച് ബാച്ച് ഇഫ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ കോൺക്രീറ്റ് ബാച്ചസ്, നമ്മൾ പല ഇതിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും, മിക്സ് പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ പല കോമ്പിനേഷൻസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാവും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതനുസരിച്ചിട്ട് എത്രത്തോളം ഡീവിയേഷൻ ഓരോ കോൺക്രീറ്റ് ബാച്ചിലും എത്രത്തോളം ഡീവിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ഡീവിയേഷനൊക്കെയാണ്. അപ്പോൾ നമുക്ക് M20 കിട്ടുന്നതിന് പകരം 19.9 കിട്ടി. അതല്ലാതെ കൺസിഡറബിൾ ആയിട്ടുള്ള വേരിയേഷൻ വരുന്ന കോൺക്രീറ്റ് ബാച്ച് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും, എത്ര ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ ഡീവിയേഷൻ നമ്മൾ അപ് ടു ഡേറ്റ് ആക്കും. ഓക്കെ, എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളുടെ നേരത്തെ ഇത് കണ്ടല്ലോ എത്രത്തോളം ഡീവിയേഷൻ വരാം, ആ ഡീവിയേഷൻ്റെ ഉള്ളിലാണോ വാല്യൂ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അപ് ടു ഡേറ്റ് ആക്കും. ദ എബോവ് വാല്യൂസ് കറസ്പോണ്ടിങ് ടു ദ സൈറ്റ് കൺട്രോൾ ഹാവിങ് പേർപ്പസ്, അത് ആ താഴെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ താഴെ ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, സിമെൻറ്റ് പ്രോപ്പർ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ബാച്ചിങ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് അല്ലേ, ഇപ്പോൾ സൈറ്റിൽ നമ്മൾ കറക്റ്റ് അതിൻ്റെ മിക്സ് പ്രപ്പോർഷനിൽ തന്നെ എടുത്തിട്ടാണോ ഇത് വെയ് ബാച്ചിങ് ചെയ്യുന്നത്, കറക്റ്റ് വാല്യൂ അവിടെ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടും വാട്ടറിൻ്റെ അഡീഷൻ കറക്റ്റ് ആവുന്നതിനനുസരിച്ചിട്ടും മെറ്റീരിയൽസ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള അഗ്രിഗേറ്റിൻ്റെ ഗ്രേഡിങ്, മോയ്സ്ചർ കണ്ടൻറ്റ്, ഇതിനെല്ലാം എന്ത് ചെയ്യും, ബാധിക്കും. ഇതെല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ വർക്കബിലിറ്റിയും സ്ട്രെങ്ത്തും എല്ലാം പീരിയോഡിക്കലി നമ്മൾ ചെക്ക് ചെയ്ത് അതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രത്തോളം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ വർക്കബിലിറ്റി അന്ന് ചെയ്തപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, ആദ്യം ചെയ്തപ്പോൾ സ്ട്രെങ്ത്ത് ആദ്യം ചെയ്തപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, അങ്ങനെയല്ല. ഇപ്പോൾ മെറ്റീരിയൽ ഇപ്പോൾ നമുക്കറിയാം സിമെൻറ്റിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെക്കും തോറും കുറയും അല്ലേ, ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ 40% റിഡക്ഷൻ വരാം. അങ്ങനെയുള്ള സിമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതൊക്കെ അനുസരിച്ച് പീരിയോഡിക് ചെക്കിങ് നമ്മളിതിന് നടത്തിക്കൊണ്ടിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രത്തോളം വരുന്നുണ്ട്, അത് വിത്തിൻ ദ ലിമിറ്റ് ആണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ where there is a deviation from the above, the values given in the above table shall be increased by 1 Newton/mm². അപ്പോൾ താഴത്തെ നമ്മൾ മേലെ തന്ന വാല്യൂവിൽ നിന്ന് കാര്യപ്പെട്ട ഒരു ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ M10 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വിത്തിൻ 3.5, അതിനേക്കാൾ കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ 1 Newton/mm, ഒരു എത്ര ഡീവിയേഷൻ, അതായത് 1 Newton/mm² വെച്ച് നമ്മൾ ആ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്കറിയാം, നോർമലി നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ IS 456 നിന്ന് എക്സ്പോഷർ കണ്ടീഷനും കൂടെ നോക്കിയിട്ട്, ഇപ്പോൾ മൈൽഡ് എക്സ്പോഷർ ആണെങ്കിൽ അവിടെയുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അതേപോലെ മീഡിയം എക്സ്പോഷർ ആണെങ്കിൽ, സിവിയർ എക്സ്പോഷർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ക്ലാസിഫിക്കേഷൻ ISൽ തന്നിട്ടുണ്ട്, IS 456 തന്നിട്ടുണ്ട് ടേബിളിൽ. അപ്പോൾ ഫോർ ദ സെയിം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ദ കംപ്രസീവ് സ്ട്രെങ്ത് മേ ഡിഫർ അക്കോർഡിംഗ് ടു സിമെൻറ്റ് ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച്, അതിലുള്ള ഫ്ലൈ ആഷ് പോലെയുള്ള സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്, അഗ്രിഗേറ്റ് സൈസ് അനുസരിച്ച്, ഗ്രേഡിങ്, അതൊക്കെ അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കാം,
മാറ്റങ്ങൾ വരാം. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവ തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോയും കമ്പസീവ് സ്ട്രെങ്ത്തും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് ഉണ്ട്, ആ ഗ്രാഫ് അല്ലേ. ആ ഗ്രാഫ് വെച്ചിട്ട് IS 456 എക്സ്പോഷർ കണ്ടീഷനും വെച്ചിട്ടാണ് ഈ രണ്ട് മെത്തേഡും വെച്ചിട്ട്, അതായത് അത് പറയാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോയും കമ്പസീവ് സ്ട്രെങ്ത്തും തമ്മിലുള്ള ഗ്രാഫ് സ്റ്റഡി ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കമ്പസീവ് സ്ട്രെങ്ത്ത് ഇത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ആയ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇത്രയാണ് സെലക്ട് ചെയ്യും. അതവിടെ സെലക്ട് ചെയ്ത് വെച്ചു. അതനുസരിച്ച് IS 456 ടേബിൾ ഉണ്ടല്ലോ നമ്മളുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കറസ്പോണ്ടിങ് ടു എൻവയോൺമെൻറ്റൽ കണ്ടീഷനും കോൺക്രീറ്റ് ഗ്രേഡും അനുസരിച്ചിട്ട് ആ ടേബിളിൽ നിന്ന് മാക്സിമം വാല്യൂ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര വരാമെന്നുള്ളതും സെലക്ട് ചെയ്യും. നമ്മൾ ആദ്യം മുന്നേ സെലക്ട് ചെയ്ത് വെച്ച വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇതിനേക്കാൾ താഴെയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യും. ഓക്കെ. പിന്നെ വർക്കബിലിറ്റി അനുസരിച്ചിട്ട് ഓരോ വർക്കബിലിറ്റി സെക്ഷൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ബ്ലൈൻഡിങ് കോൺക്രീറ്റ് ഷാലോ സെക്ഷൻസ് പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ വർക്കബിലിറ്റി വളരെ കുറവാണ്. മാസ് കോൺക്രീറ്റ് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ 25 to 75 വരെയാണ് അവിടുത്തെ സ്ലംബിൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും സ്ലംബിൻ്റെ വാല്യൂ വർക്കബിലിറ്റിയുടെ 7 ടേബിൾ 8 തന്നിട്ടുണ്ട്, IS 456 ടേബിൾ 8 തന്നിട്ടുണ്ട്. അതേപോലെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനും എക്സ്പോഷർ കണ്ടീഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതും IS 456 നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ കാര്യം അല്ലേ. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോയും കമ്പസീവ് സ്ട്രെങ്ത്തും തമ്മിലുള്ള ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 28 ഡേ കമ്പസീവ് സ്ട്രെങ്ത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ FCK ഡാഷ് അവിടെ കണ്ടുപിടിച്ചു. എങ്ങനെ FCK + KS വന്നിട്ടുള്ള വാല്യൂ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ആ കണ്ടുപിടിച്ച വാല്യൂവിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. റിസ്ക് ഫാക്ടറുടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് നമുക്ക് ഇന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ FCK അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ FCKക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ. നമുക്കിപ്പോൾ FCK കിട്ടിയിട്ടുള്ള 38.5 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ വാട്ടർ കണ്ടൻറ്റ് ഇവിടെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.38 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു IS 456 ടേബിൾ 5 വെച്ചിട്ട് നമുക്കറിയാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫോർ മീഡിയം എക്സ്പോഷർ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ക്വസ്റ്റ്യനിൽ തരും ഏത് എക്സ്പോഷറാണെന്നുള്ളത്. അപ്പം മോഡറേറ്റ് ആണെങ്കിൽ അതിന് ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഇപ്പോഴത്തെ പ്ലെയിൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഓക്കെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.38 ആണ്. സോ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വിത്തിൻ ദ ലിമിറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. കൺസിഡറിങ് മോഡറേറ്റ് എക്സ്പോഷർ നമ്മൾ കൺസിഡർ ചെയ്തു. മൈൽഡ് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഇവിടെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആണ്. നമുക്ക് കിട്ടിയത് 0.38 ആണ്. 0.38 വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോയെ കിട്ടിയിട്ടുള്ളൂ. ഇനി വാട്ടർ കണ്ടൻറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവിടുത്തെ അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ്. ഇപ്പോൾ കുറച്ച് കൂർത്തിരിക്കുന്ന അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വോയിഡ്സ് ഒക്കെ കൂടുതലായിരിക്കും അല്ലേ. കുറച്ച് ആംഗുലാർ അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വാട്ടർ വേണ്ടി വരും, ആ സ്പേസ് ഫില്ലാവും. പിന്നെ വർക്കബിലിറ്റി അനുസരിച്ച് വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റ് സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ അഡ്മിക്സ്ചേഴ്സ് പോലുള്ള സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറവ് മതിയാവും. ചില നമുക്കറിയാലോ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ട്, വാട്ടർ റിട്ടാർഡേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഇതൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റും മാക്സിമം വാട്ടർ കണ്ടൻറ്റും അനുസരിച്ചിട്ട് ഉള്ള ഒരു റിലേഷൻ, സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾക്കൊരു റിലേഷൻ ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ IS 456 തന്നിട്ടുള്ള ഒരു ടേബിളാണ്. ക്ലോസ് 4.2 F എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേബിളിൽ നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ സൈസും മാക്സിമം വാട്ടർ കണ്ടൻറ്റും അനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ 20 mm അഗ്രിഗേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് എടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആംഗുലാർ കോഴ്സ് അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് കിട്ടിയ വാല്യൂ അങ്ങനെ തന്നെ എടുത്താൽ മതി. സബ് ആംഗുലർ അഗ്രിഗേറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ആംഗുലർ അഗ്രിഗേറ്റ് നമുക്ക് ഇവിടെ എത്രയാണ് 20 mm സൈസുള്ള ആംഗുലർ അഗ്രിഗേറ്റ് എടുക്കുന്നെങ്കിൽ നേരിട്ട് നമുക്ക് 186 ആണ് അവിടുത്തെ മാക്സിമം വാട്ടർ കണ്ടന്റ്. നമ്മൾ 186 സെലക്ട് ചെയ്തു. ഇനി സബ് ആംഗുലറാന്ന് വിചാരിക്കുക. 186ൽ നിന്ന് നമ്മൾ 10 മൈനസ് ചെയ്യണം. ഗ്രാവൽ വിത്ത് സം ക്രഷ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ 186ൽ നിന്ന് 20 മൈനസ് ചെയ്യാം. റൗണ്ടഡ് ഗ്രാവൽ ആണെങ്കിൽ 186ൽ നിന്ന് 25 മൈനസ് ചെയ്യാം. ഇനി സ്ലംബ് നമുക്ക് 25 to 50 mm ഇടയ്ക്കാണ്. ഇനി ഈ 25 mm ഓരോ ഈ പറഞ്ഞ വാല്യൂവിൽ നിന്നും 25 to 50 കഴിഞ്ഞ് അതിൽ നിന്ന് ഓരോ 25 mm കൂടുന്ന മുറയ്ക്ക് നമ്മൾ 3% വാട്ടർ എന്ത് ചെയ്യണം? 3% തന്നിട്ടുള്ള ഇപ്പോൾ വാട്ടർ എത്രയാണ്? 186 kg ആണെങ്കിൽ 186ൻ്റെ 3% കൂടി അതിന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 186 പ്ലസ് 186ൻ്റെ 3%, അതായത് 186 ഇൻറ്റു 1.03, അത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു അഡീഷണൽ ആയിട്ട് വാട്ടർ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇനി അഡ്മിക്സ്റ്റേഴ്സ്, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 to 10% കുറയ്ക്കണം. ഓക്കെ. സ്ലംബ് ആകുമ്പോൾ ഇൻക്രീസ് ബൈ 3% ഫോർ എവരി അഡീഷണൽ സ്ലംബ് ഓഫ് 25 mm. അതായത് 25 to 50യേക്കാൾ കൂടി ഓരോ 75 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3%, 100 ആയി. സോ 6% കൂട്ടേണ്ടി വരും. ഇപ്പോൾ സ്ലംബ് വാല്യൂ 100 ആണെങ്കിൽ 15നേക്കാൾ 50 കൂടി, അതായത് 25 അവിടെ കൂടി. സോ അവിടെ എന്ത് ചെയ്യണം? ഒരു 25ന് 3%, അടുത്ത 25ന് 3%. അപ്പോൾ 6% നമ്മൾ കൂട്ടേണ്ടി വരും. ഓക്കെ. ഇനി വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 or 10% വാല്യൂ കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 186 ഉണ്ടെങ്കിൽ 186ൻ്റെ 5 to 10% വാല്യൂ കുറയ്ക്കണം. സൂപ്പർ പ്ലാസ്റ്റിസൈയേഴ്സ് ആണെങ്കിൽ 20% 186ൽ നിന്ന് കുറയ്ക്കണം. അത്രത്തോളം വെള്ളം വേണ്ടി വരില്ലല്ലോ, കാരണം ഈ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുന്ന വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ വാട്ടർ റെഡ്യൂസേഴ്സ് ആഡ് ചെയ്യണെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വർക്കബിലിറ്റി കിട്ടും. വാട്ടറിൻ്റെ വാല്യൂ ഒരു 5 to 15% എക്സ്പെക്റ്റഡിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും. സ്ട്രെങ്ത്ത് കൂടുകയും ചെയ്യും. കോൺസ്റ്റൻറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം സ്ലംബ് 30 to 150 ഇടയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായി? ഈ ടേബിൾ 2 IS, അതായത് നമ്മളുടെ പുതിയ കോഡ് അനുസരിച്ച് 2009 റിവിഷനിലുള്ള കോൺക്രീറ്റ് മിക്സ് ഡിസൈനിൻ്റെ ടേബിൾ 2ൽ നിന്ന് നമ്മൾ 20 mm നോമിനൽ സൈസ്, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm ആയി ഫിക്സ് ചെയ്തു. അതേപോലെ തന്നെ സ്ലംബിൻ്റെ വാല്യൂ 25 to 50ൻ്റെ ഇടയ്ക്കുള്ള മാക്സിമം വാട്ടർ കണ്ടൻറ്റ് 186 kg/m3. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സ്ലംബ് 100 ആണെന്ന് വിചാരിച്ചു. 100 ആണ്. അപ്പോൾ നമുക്ക് അവിടെ കറക്ഷൻ അപ്ലൈ ചെയ്യണ്ടേ? വേണ്ടേ? 100 എന്ന് പറഞ്ഞാൽ 25 to 50 ആണെങ്കിലാണ് 186 അല്ലേ? 20 mm നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റിന്. അപ്പോൾ 25 to 50 എന്നുള്ള ഇവിടെ 100 ആയിപ്പോയി. സോ എത്ര 25 കൂടി? 2 25 കൂടി അല്ലേ? അതായത് 50ൽ നിന്ന് 100 ആണ് ആയത്. 25 മുതൽ 50 വരെ ആണെങ്കിൽ നമുക്ക് കറക്ഷൻ വേണ്ട. പക്ഷെ ഇപ്പോൾ ഇവിടെ 100 ആണ്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ എന്താണ്? 50ൻ്റെ കൂടെ 2 25 കൂടി. അപ്പോൾ ഈ 25ന് 3%, 2 25 ആകുമ്പോൾ 6%. അപ്പോൾ 186 പ്ലസ് 186ൻ്റെ 6%. അപ്പോൾ 186 ഇൻറ്റു 1.06 ചെയ്താലും മതി. അപ്പോൾ നമുക്ക് 197.16 kg എന്ന് കിട്ടും. അപ്പോൾ അതായത് 197 kg വാട്ടർ വേണം പെർ m³ ഓഫ് കോൺക്രീറ്റിന്. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.38 കിട്ടി. അതിൽ വേണ്ട വാട്ടറിൻ്റെ വെയ്റ്റ് 197 kg എന്ന് കിട്ടി. സിമെൻറ്റിൻ്റെ ഇത് കണ്ടുപിടിച്ചൂടെ? കാൽക്കുലേറ്റ് ദ സിമെൻറ്റീഷ്യസ് മെറ്റീരിയൽ ഫ്രം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പെർ. അത് എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ടർ ബൈ സിമെൻറ്റ് നമുക്ക് 0.38 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? വാട്ടർ കണ്ടൻറ്റ് നമുക്കിപ്പോൾ എത്ര കിട്ടി? 197 അങ്ങനെ എത്ര കിട്ടിയിട്ടുണ്ട്. സോ 197 ഡിവൈഡഡ് ബൈ 0.38 ചെയ്താൽ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി ആയോ അല്ലേ? അതെ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്ക് 0.38 കിട്ടി. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 197 എന്ന് കിട്ടി. അപ്പോൾ 197, അതായത് വാട്ടർ ബൈ സിമെൻ്റ് ആണ് 0.38. സോ സിമെൻറ്റ് കിട്ടാൻ നമ്മൾ വാട്ടർ ബൈ 0.38 ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വാട്ടറിൻ്റെ വാല്യൂ സിമെൻറ്റിൻ്റെ വാല്യൂ 300 kg/m³ എന്ന് വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.38 ആണ്.
അപ്പോൾ 0.38 വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ട്. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 197 ഉണ്ട്. സോ സിമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി 518.42 എന്ന് എന്ത് കിട്ടി, സിമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി. അതായത് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ടേബിൾ അനുസരിച്ചിട്ട്, ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ടേബിൾ അനുസരിച്ചിട്ട് നമ്മുടെ മോഡറേറ്റ് എക്സ്പോഷർ ഇത് നോക്കണ്ട കേട്ടോ. അതായത് മോഡറേറ്റ് എക്സ്പോഷർ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ മാക്സിമം 0.5 ആകുമ്പോൾ മാക്സിമം അവിടെ വരുന്ന സിമെൻറ്റിൻ്റെ വാല്യൂ മിനിമം സിമെൻറ്റ് വേണ്ടത് എത്രയാണ്, 300 ആണ് അല്ലേ. അതായത് മോഡറേറ്റ് കണ്ടീഷനാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ആ മോഡറേറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഫിക്സ് ചെയ്തപ്പോൾ അവിടെ വരാവുന്ന റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിന് അവിടെ വരാവുന്ന മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആണെന്ന് നമുക്കറിയായിരുന്നു. നമുക്ക് കിട്ടിയത് 0.38 ആയിരുന്നു, വിത്തിൻ ദ ലിമിറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ സിമെൻറ്റ് റേഷ്യോ അവിടെ നിന്ന് അങ്ങനെ കിട്ടി. നമ്മൾ വാട്ടറിൻ്റെ വാല്യൂ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്തു, ബൈ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കിട്ടിയപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ. അതല്ല ഇവിടെ ചെയ്തത്. വാട്ടറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈ സ്ലംപിൻ്റെ വാല്യൂം ഒക്കെ വെച്ച്, സ്ലം ഫാക്ടറും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വാട്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ വാട്ടറിൻ്റെ വാല്യൂ കിട്ടിയതിൽ നിന്ന് നമ്മളിവിടെ സിമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം മിനിമം സിമെൻറ്റിൻ്റെ വാല്യൂ ആസ് പെർ നമ്മളുടെ കണ്ടീഷൻ IS 456-ൽ 300 ആണ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്യുമ്പോൾ IS 456-ഉം വേണം, IS 10262 റിവിഷൻ 2009 വേണം. 2 കോഡുമായിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ 0.5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 300 എന്നും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മിനിമം വാല്യൂ ഓഫ് സിമെൻറ്റ്, മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് അത്രയെങ്കിലും വേണം. നമുക്ക് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ സിമെൻറ്റ് ഇവിടെ കിട്ടിയിട്ടില്ലേ, മിനിമം 300 ആണ്. നമുക്ക് കിട്ടിയത് 518.42. സോ നമ്മളുടെ കിട്ടിയ വാല്യൂ കുഴപ്പമില്ല, 518.42 വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് പ്രപ്പോർഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് എന്തായി, സിമെൻറ്റ് കിട്ടി, വാട്ടർ കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താ കോൺക്രീറ്റിലുള്ളത്, ഫൈൻ അഗ്രിഗേറ്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ടേബിൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതായത് ടോട്ടൽ വോളിയം കമ്പയർ ചെയ്ത് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും ഡിഫറൻസിയേഷൻ സോൺ വെച്ചിട്ട് പറയുന്ന ഒരു ടേബിളാണിത്. വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ്. അതായത് ടോട്ടൽ യൂണിറ്റ് വോളിയം ടോട്ടൽ അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം ഉണ്ടാവുമെന്ന് കാണിക്കുന്ന ടേബിളാണ്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓരോ സോണാക്കി തിരിച്ചിട്ടുള്ളത് നമ്മൾ, അതായത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സോണിങ് അനുസരിച്ചാണ്. അപ്പോൾ സോൺ 1 ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 20 ആണ്. സോ നമ്മൾ സോൺ 3 സെലക്ട് ചെയ്തു അല്ലേ. നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി സോൺ 3 സാൻഡാണ് അധികം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.64 ആണ്. അതായത് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കറസ്പോണ്ടിങ് ടു യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് 0.64 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. ഇനി ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 0.64 എന്ത് ചെയ്തു, 0.64 ആണ് യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂവിൽ 0.64 നമ്മൾ എടുത്തതിൽ 10% നമ്മൾ കുറയ്ക്കണം. എങ്ങനെയാണെങ്കിൽ, റെഡ്യൂസ് എസ്റ്റിമേറ്റഡ് കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടന്റ് ബൈ 10% ഇഫ് പമ്പിങ് ഈസ് ടു ബി ഡൺ. അതായത് കോൺക്രീറ്റിംഗ് നമ്മൾ ചെയ്യുന്ന പമ്പിങ് വഴിയാണെങ്കിൽ കിട്ടിയ വാല്യൂവിൽ നിന്ന് 0.64-ൽ നിന്ന് 10% കുറയ്ക്കണം. 0.64-ൻ്റെ 10% വാല്യൂ കുറച്ചിട്ടുള്ളതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ 0.5 എടുക്കുകയാണെങ്കിൽ ഇതേ വാല്യൂ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.05 കുറയുന്ന മുറയ്ക്ക് 0.05 കുറയുമ്പോൾ അതിനനുസരിച്ച് 0.01 കൂട്ടണം. 0.05 കൂടുകയാണെങ്കിൽ 0.01 കുറയ്ക്കുകയും വേണം. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.45 ആയി എന്ന് വെച്ചാൽ 0.05 കുറവാണ്. നമ്മളുടെ പറഞ്ഞ 0.5-ൽ നിന്നും 0.05 കുറവാണ് 0.45 വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ 0.01 കൂട്ടണം. അതായത് 0.64 ആണ് നമ്മൾക്കിപ്പോൾ സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂ എങ്കിൽ അത് 0.65 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ
കാണിച്ചു തരാം. ഇപ്പോൾ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ തേർഡ് സോണാണ് എടുത്തിട്ടുള്ളത്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ തേർഡ് സോൺ എടുക്കുമ്പോൾ അവിടെ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.64 ആണ്. വാട്ടർ കണ്ടൻറ്റ് 0.1 ഡിക്രീസ് ചെയ്യുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് 0.02 കൂട്ടണം. കാരണം എന്താ, 0.1 ഡിക്രീസ് ചെയ്യുമ്പോൾ 0.02 കൂടും. എന്ന് വെച്ചാൽ എന്താ, 0.05 വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ 0.01 കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.1 കുറയുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ 0.02 കൂട്ടേണ്ടി വരും. ഇരട്ടി കൂട്ടണം. ഇവിടെ ഇരട്ടിയല്ലേ കൂടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0.02 കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ കൂട്ടി. കാരണം എന്താ, നമുക്ക് കിട്ടിയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്, 0.38 ആണ് അല്ലേ. 0.38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.12 കുറവാണ്. 0.5 വെച്ച് 0.12 കുറവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 0.5 ആണെങ്കിൽ അതേ വാല്യൂ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആണെങ്കിൽ അതേ വാല്യൂ കൊടുത്താൽ മതി. അതായത് 0.5 ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കിട്ടിയെങ്കിൽ 0.64 തന്നെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്കിവിടെ കിട്ടിയത് 0.38 ആണ്. അതായത് 0.18 കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം 0.024 കോഴ്സ് അഗ്രിഗേറ്റിൽ വാല്യൂ കൂട്ടേണ്ടി വരും. 0.64ൻ്റെ കൂടെ 0.024 കൂട്ടേണ്ടി വരും. പിന്നെ ഇവിടെ പമ്പിങ് ഒന്നും നടക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നില്ല. അത് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും പമ്പിങ് ഈസ് ടു ബി ഡൺ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10% കുറയ്ക്കണം. അതായത് 0.64ൻ്റെ 10%, 0.64 ഇൻറ്റു 10/100 അപ്പോൾ എത്ര വരും, 0.64 ഇൻറ്റു 0.06 നിന്ന് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി, നമുക്കിപ്പോൾ 0.5 ആണെങ്കിൽ അതേ വാല്യൂ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് കുറഞ്ഞിട്ടുണ്ട്, 0.12 കുറഞ്ഞു. അപ്പോൾ 0.05ന് നമ്മൾ എത്ര കൊടുക്കണം, 0.05 ആണെങ്കിൽ 0.01 കൂട്ടണം. സോ 0.1 ആണെങ്കിൽ നമ്മൾ 0.02 ആക്കി. അപ്പോൾ 0.12 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 0.024 കറക്ഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ കിട്ടി, 0.664 m3 ആണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ് യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് എടുത്തിട്ടില്ല. യൂണിറ്റ് വോളിയം എന്ന് വെച്ചാൽ എന്താ, 1 അല്ലേ. അപ്പോൾ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് ആകുമ്പോൾ അതിൻ്റെ എന്തോ ആയിക്കോട്ടെ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ 1 മൈനസ് 0.66 യൂണിറ്റ് വോളിയം ഓഫ് അഗ്രിഗേറ്റ്സ് വന്ന അഗ്രിഗേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ വോളിയം ആണ് 1 അല്ലേ. ടോട്ടൽ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് അല്ലേ. അതാണ് ടോട്ടൽ അഗ്രിഗേറ്റ്. ടോട്ടൽ അഗ്രിഗേറ്റ് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് കോഴ്സ് അഗ്രിഗേറ്റ്. അതിൽ കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടിയോ, ഫൈൻ അഗ്രിഗേറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് കോഴ്സ് അഗ്രിഗേറ്റ് ചെയ്താൽ പോരെ. കാരണം കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ യൂണിറ്റ് വോളിയം 1 ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് ഈക്വൽ ടു 0.664 ആണ്. ഫൈൻ അഗ്രിഗേറ്റ് പറഞ്ഞാൽ 1 മൈനസ് 0.664. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും, 1 മൈനസ് 0.664 വരും. അതായത് 0.336. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമായി, ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമായി. സോ നമുക്കിനി എന്ത് ചെയ്യാം, വോളിയത്തിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് സിമെൻറ്റിന്. അപ്പോൾ സിമെൻറ്റിനെ വോളിയത്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് സിമെൻറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് ഇൻറ്റു 1/1000. വാട്ടർ ആണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ 197 അല്ലേ. അതിൻ്റെ വെയിറ്റ് കിട്ടിയത് എത്രയാണ്, വെയിറ്റ് ഓഫ് സിമെൻറ്റ് കിട്ടിയത് 518.42 ആണ് നമുക്ക് കിട്ടിയത്, 518.42 kg. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1/1000 ചെയ്താൽ അതിൻ്റെ വോളിയത്തേക്ക് കിട്ടും. വാട്ടർ കിട്ടിയത് 197 ആണ്. 197 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ് ഇൻറ്റു 1/1000. ഇപ്പോൾ 197 എന്ന് കിട്ടും. അഗ്രിഗേറ്റ് നമുക്ക് എന്താണ്, ടോട്ടൽ വോളിയം 0.165 കോഴ്സ് ടോട്ടൽ അഗ്രിഗേറ്റ്സ് വന്നാൽ 1 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് 1 ആണ് അതിൻ്റെ വാല്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ്സ് വന്നാൽ ടോട്ടൽ വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്തു, ടോട്ടൽ വോളിയം 1 ആയി എടുത്തു കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെയും വാട്ടറിൻ്റെയും വോളിയം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് അഗ്രിഗേറ്റ്സിൻ്റെ വോളിയം. അപ്പോൾ 1 മൈനസ് 0.165 പ്ലസ് 0.197. അപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ്സ് കിട്ടും.
അതേ ഇൻറ്റു അഗ്രിഗേറ്റ്സിൻ്റെ പാർട്ട് എത്രയാണ്? കോഴ്സ് അഗ്രിഗേറ്റ് 0.664 m³ ആണ്. അത് m³ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് വോളിയത്തിൽ തന്നെ കിടക്കുന്നത്. ഇത് രണ്ടും വെയിറ്റിൽ കിടക്കായതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് ചെയ്ത് സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 1/1000 ചെയ്യാൻ കാരണം. ഓക്കെ, ഇവിടെ കിടക്കുന്ന എൻ്റെ ടേംസിലാണ് ഇൻ m³ തന്നെയാണ്. സോ നമ്മൾ ടോട്ടൽ വോളിയം 1 ആയി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കിയുള്ളതിൻ്റെ വോളിയം പോയി കഴിഞ്ഞാൽ 0.368 ആണ് ടോട്ടൽ അഗ്രിഗേറ്റ്സിൻ്റെ വോളിയം. അത് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ആക്കി മാറ്റാൻ ഇൻറ്റു കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫൈൻ അഗ്രിഗേറ്റ് കിട്ടാൻ ബാക്കിയുള്ള ടോട്ടൽ അഗ്രിഗേറ്റ്സ് ഇൻറ്റു ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വോളിയത്തിൻ്റെ ടേംസിലുള്ള എന്തായി ക്വാണ്ടിറ്റീസ് ആയി. ഇനി ഇപ്പോൾ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ വോളിയം ഓഫ് കോൺക്രീറ്റ് 1 m³ ആണ്. ഇപ്പോൾ വോളിയം ഓഫ് സിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് സിമെൻറ്റ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് ഇൻറ്റു 1/1000. അതാണ് ഫോർമുല. വോളിയം ഓഫ് വാട്ടർ കിട്ടണമെങ്കിൽ മാസ് ഓഫ് വാട്ടർ ഇവിടെ കിട്ടിയില്ലേ, മാസ് ഓഫ് വാട്ടർ 197 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ഇൻറ്റു 1/1000. ഇനി അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് അഡ്മിക്സ്ചേഴ്സ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഡ്മിക്സ്ചർ ഇൻറ്റു 1/1000. ഇവിടെ ആഡ് ചെയ്യാത്തതുകൊണ്ട് 0 ആണ് വാല്യൂ. വോളിയം ഓഫ് അഗ്രിഗേറ്റ്സ് കിട്ടണമെങ്കിൽ ടോട്ടൽ വോളിയമായ എ വിച്ച് മീൻസ് ഇവിടെ 1 ആയിട്ട് എടുത്തത് അത് മൈനസ് എന്ത് ചെയ്യുക വോളിയം ഓഫ് സിമെൻറ്റ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് അഡ്മിക്സ്ചേഴ്സ്. അതാണ് ടോട്ടൽ വോളിയം എ ആയെടുത്തു, വോളിയം ഓഫ് സിമെൻറ്റ് ബി, വോളിയം ഓഫ് വാട്ടർ സി, വോളിയം ഓഫ് അഡ്മിക്സ്ചർ ഡി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ബി സി ഡി ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടി? വോളിയം ഓഫ് അഗ്രിഗേറ്റ്സ് കിട്ടി. അതേ ഇൻറ്റു വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു 1000 ചെയ്താൽ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാസ് കിട്ടും. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് വോളിയമായിരുന്നു. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വോളിയം കിട്ടിയതിൽ നിന്നും എന്ത് ചെയ്യുക? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻറ്റു 1000. അതേപോലെ ഫൈൻ അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം ഇൻറ്റു ടോട്ടൽ അഗ്രിഗേറ്റ്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഇൻറ്റു 1000. അതാണ് ഇവിടെ. അതായത് ഇനി മാസിലാണ് നമുക്ക് വേണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ മാസ് നേരിട്ട് കിട്ടിയിട്ടുണ്ട്, വാട്ടറിൻ്റെ മാസ് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ഇൻറ്റു കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ വന്നിട്ടുള്ളത്, എത്ര പോയിൻറ്റ് സംതിങ് കിട്ടിയില്ല നമുക്ക്. അതേപോലെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ഇൻറ്റു ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം, നേരത്തെ കിട്ടിയ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം. സോ മാസിൻ്റെ ടേംസിലുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് പ്രപ്പോർഷൻ സുഖമായിട്ട് എഴുതാൻ പറ്റും. എന്ത് ചെയ്യുക? സിമെൻറ്റിൻ്റെ വാല്യൂ 518 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 518.42 ഡിവൈഡഡ് ബൈ 518.42 ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ കിട്ടി. അതായത് 1:2. ഇനി എന്ത് ചെയ്യുക? കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ കിട്ടണമെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കിട്ടണമെങ്കിൽ 586.36 ഡിവൈഡഡ് ബൈ 518.42 ചെയ്യാം. അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ കിട്ടണമെങ്കിൽ 116.42 ഡിവൈഡഡ് ബൈ 518.42 ഡിവൈഡഡ് ബൈ സിമെൻറ്റ് ചെയ്യുക. കാരണം 1:2 സിമെൻറ്റിൻ്റെ ഇതിലേക്കാണ്, സിമെൻറ്റിനെയാണ് 1 ആയി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനെ സിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 1:2 എന്താണ് സിമെൻറ്റ് ഈസ്റ്റു ഫൈൻ അഗ്രിഗേറ്റ് ഈസ്റ്റു കോഴ്സ് അഗ്രിഗേറ്റ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ IS കോഡ് ഞാൻ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അതിൽ പ്രോബ്ലം ഒന്ന് സോൾവ്ഡ് ആണ്. ആ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കുക. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.